തന്നെ. ആമേൻ. പ്രൈസ് ടു ജീസസ്. ഈ അനുഗ്രഹീതമായ സമയത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായി നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാമത്തെ അധ്യായം 24 മുതൽ 28 വരെയുള്ള അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 24 മുതൽ 28 വരെയുള്ള അനുഗ്രഹിക്കപ്പെട്ട വചനം. പടകോ, നിങ്ങളാരെങ്കിലും എടുത്തെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിച്ച ദൈവമക്കളെ, നിങ്ങളാരെങ്കിലും എടുത്തെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചാട്ടെ. പടവും കരം വിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. വരിക മതി ആൻറ്റി, യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ മതി. താങ്ക് യു ആൻറ്റി, താങ്ക് യു സോ മച്ച്. മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ഹോളി ഗോസ്റ്റ്, വരിക എന്ന് അവൻ പറഞ്ഞു. ഒരു ക്ഷണം പത്രോസിന് ലഭിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം. ഒരു ക്ഷണമാണ്, ഒരു ഇൻവിറ്റേഷനാണ്, ഒരു അംഗീകാരമാണ് ഒരു വ്യക്തിക്ക് ഒരിടത്ത് നിന്ന് യേശുവിൻ്റെ അരികിലേക്ക് വരാനുള്ള ചാനൽ. ഒരു അംഗീകാരമാണ്, ഒരു ഇൻവിറ്റേഷനാണ് ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ അടുത്ത് എത്താനുള്ള ചാനൽ. പടകിനകത്ത് പത്രോസ് മാത്രമല്ല ഉണ്ടായിരുന്നത്, പടകിനകത്ത് മറ്റ് ശിഷ്യന്മാരുമുണ്ട്. പക്ഷേ ക്ഷണം കിട്ടിയത് പത്രോസിനാണ്. എല്ലാവരും കർത്താവിൻ്റെ ശിഷ്യനാണ്. പക്ഷെ ഒരു പ്രത്യേക സ്പിരിച്വൽ എക്സ്പീരിയൻസിന് വേണ്ടി എന്നോ ഒരു പ്രത്യേക ലൈഫ് എക്സ്പീരിയൻസിന് വേണ്ടി എന്നോ നമുക്ക് പറയാവുന്ന ഈ കടലിലെ നടത്തം പത്രോസിന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പത്രോസിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ പത്രോസിനോടാണ് പറഞ്ഞത്, പത്രോസേ, നീ പാറയാകുന്നു, നിന്നിൽ ഞാൻ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസിൻ്റെ മേൽ സഭ പണിയുമെന്നല്ല, പത്രോസിനോട് സംസാരിച്ച കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഒരു വ്യക്തിക്ക് ക്രിസ്തീയ ജീവിതത്തിനകത്ത് ക്ഷണം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ ഒരു ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 4-ാം യാമത്തിൽ യേശു കടലിന് മുകളിൽ കൂടെ നടന്നു എന്ന് പറയും. യാമങ്ങളെ കുറിച്ച് പറയാനുള്ള സമയം നമുക്ക് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തൊടുന്നില്ല. യാമങ്ങളെ കുറിച്ച് കർത്താവ്, നമ്മൾ തിരുവെഴുത്ത് നമുക്ക് പഠിക്കും, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും. മനുഷ്യരുടെ യാമം, മൃഗങ്ങളുടെ യാമം, ഭൂതങ്ങളുടെ യാമം, കർത്താവിന്റെ യാമം, ഇങ്ങനെ നമുക്ക് ദൈവത്തിന്റെ യാമം, ഇങ്ങനെ നമുക്ക് 4 യാമങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അതിൽ ഈ പകൽ കാണുന്ന ഈ 4-ാം യാമം എന്ന് പറയുന്നത് ദുരാത്മാക്കളുടെ അല്ലെങ്കിൽ ഭൂതങ്ങളുടെ യാമമാണ്. യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് ആ സമയം ഭൂതങ്ങൾ ഇറങ്ങി നടക്കുന്ന ഒരു സമയമാണ്. ആ വിശ്വസിച്ചിരുന്നതെന്നല്ല, അങ്ങനെ തന്നെയാണ്. ഭൂതങ്ങൾ ഇറങ്ങി നടക്കുന്ന സമയമായതുകൊണ്ട് മനുഷ്യർ ആ സമയത്ത് സഞ്ചരിക്കുക കുറവാണ്. മനുഷ്യർ ആ സമയം സഞ്ചരിക്കുന്നത് കുറവാണ്. സഞ്ചരിക്കുകയില്ലെന്നല്ല, മനുഷ്യർ ആ സമയം സഞ്ചരിക്കുന്നത് കുറവാണ്. ശിഷ്യന്മാർ കടലിനകത്ത്, അവർ തിരക്കകത്ത് പെട്ട്, അവർ കടലിന്റെ മധ്യത്തിൽ അവർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ കടലിന്റെ മുകളിൽ കൂടെ പതിവില്ലാതെ ആ യാമത്തിൽ ഒരു വ്യക്തി നടക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവമല്ല, അത് ഭൂതമാണെന്ന് അവരുടെ ഉള്ളിലെ
വിശ്വാസം അല്ലെങ്കിൽ അവരുടെ അറിവ്, അവരുടെ ബിലീവ് സിസ്റ്റം അവരോട് സംസാരിച്ചു. എന്നാൽ ഞാൻ ഇന്ന് ആത്മാവിൽ ഈ വചനം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ആലോചന ഞാൻ കൈമാറാം. നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബിലീവ് സിസ്റ്റത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത അനുഭവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ എൻ്റെ നായകന് മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ഫെയ്ത്ത് സിസ്റ്റത്തെ തന്നെ അടിമുടി അതിന്റെ കെട്ടും മട്ടും മാറ്റി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഈ യാമത്തിൽ, ഈ 4-ാം യാമത്തിൽ കടലിന്റെ മുകളിൽ കൂടെ പാദം തൊടാതെ ഒരു വ്യക്തിക്ക് ആഴ്ന്നു പോകാതെ ഒരു വ്യക്തിക്ക് നടന്നു വരണമെങ്കിൽ അത് ആത്മാവിനെ കഴിയത്തുള്ളൂ. ആത്മാവ് എന്ന് പറയുന്നത് ഭൂതമാണ്. അപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഭൂതമാണ് എന്ന് അവർ വിശ്വസിച്ചു. ആ വിശ്വാസത്തെ തിരുത്തുവാൻ എൻ്റെ കർത്താവിന് അന്നേ ദിവസം കഴിഞ്ഞു എന്നുള്ളതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് ഒരു ക്ഷണം പത്രോസിന് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ വേണ്ടത്, വേഗം ഞാൻ ഇന്നത്തെ മെസ്സേജ് അവസാനിപ്പിക്കാം. ഇനിയാ കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്. കർത്താവ് ക്ഷണം കൊടുക്കുന്നത് നോക്കുക. പടകിനകത്ത് സേഫായിട്ടിരുന്ന പത്രോസിനെ കർത്താവിന്റെ അടുത്തേക്ക് വിളിച്ചത് ടാറിട്ട റോഡിൽ കൂടെ അല്ല, കടലിന്റെ മുകളിൽ കൂടെ നടക്കാൻ. പടകിലിരുന്ന പത്രോസിനെ യേശുവിന്റെ അടുത്തേക്ക് വിളിച്ചത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ട് നീ എന്റെ അരികിലേക്ക് വരിക, അങ്ങനെ ഒരു നല്ല ഒരു ലക്ഷറി യാത്രയിലല്ല കർത്താവ് പത്രോസിനെ യേശുവിന്റെ അരികിലേക്ക് വിളിച്ചത്, കടലിന്റെ മുകളിൽ കൂടെ നടന്നു വരാൻ. യേശു നടന്ന് കാണിച്ചത് കണ്ട പത്രോസിന് അങ്ങ് ഭൂതമല്ലെങ്കിൽ എന്നെ അങ്ങയുടെ അടുത്ത് വരാൻ കൽപ്പിക്കണമെന്ന് പത്രോസ് പറഞ്ഞു. എന്നാൽ പത്രോസിനോട് ദൈവം പറഞ്ഞത് വെള്ളം തൊടാതെ നടന്നു വരാനല്ല, വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു വരാനാണ്. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയും ക്രിസ്തീയ ജീവിതത്തിലെ വിജയത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെയാണ്. ഒരാമയും പറഞ്ഞ്, ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകതയും ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെയാണ്. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. എന്റെ അടുക്കൽ കർത്താവ് വന്നതാണെങ്കിലും നിങ്ങളുടെ അടുക്കൽ കർത്താവ് വന്നതാണെങ്കിലും ഏകദേശം കടലിന് സമാധാനമായ അനുഭവത്തിൽ മുങ്ങിത്താഴുമെന്നൊക്കെ നമ്മൾ ആശയ്ക്ക് വിരോധമായിട്ടൊക്കെ വിശ്വസിച്ചിരുന്ന സന്ദർഭത്തിലാണ് കർത്താവ് വന്നത്. ഇവിടെ തന്റെ ശിഷ്യന്മാരുടെ അരികിലും യേശു എത്തിയത് സമാനമായ അനുഭവത്തിലാണ്, കടലിന് മുകളിൽ കൂടെ. കാരണം അവരുടെ അടുത്ത് ആർക്കും ആ ഒരു സമയം ആ ഒരു 4-ാം യാമം എന്ന ആ ഒരു സമയത്ത്, ആ ഒരു അന്തരീക്ഷത്തിൽ, ആ ഒരു കാലാവസ്ഥയിൽ, ആ ഒരു ഉൾക്കടലിൽ മറ്റാർക്കും ശിഷ്യന്മാരുടെ അടുത്ത് എത്തിച്ചേരാൻ കഴിയത്തില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അരുമനാഥനായ യേശു അവന്റെ അരികിലേക്ക് എത്തിയത്. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, കരയിൽ നിന്ന് ഒത്തിരി ദൂരെ ആയിരിക്കാം ഇന്ന് നിങ്ങൾ നിൽക്കുന്നത്. വെള്ളത്തിൽ ഒരു ഉൾക്കടലിൽ എന്ന മട്ടിൽ ഒരു വല്ലാത്ത അനുഭവത്തിൽ നിങ്ങൾ ഇന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, തുഴയാൻ പോലും പറ്റാതെ നിന്നെ കാറ്റു ചുറ്റിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ആർക്കും കരയിൽ നിന്ന് നിങ്ങളുടെ ഈ അനുഭവത്തിലേക്ക് നടന്നു വരാൻ അടുത്തു വരാൻ പറന്നു വരാൻ കഴിയാതിരിക്കുമ്പോൾ, ആർക്കും നിങ്ങളുടെ അരികിലേക്ക് എത്തിപ്പെടാനോ നിങ്ങളുടെ വിശേഷങ്ങൾ തിരക്കാനോ നിങ്ങൾക്ക് ആ വിശേഷം അവരോട് പങ്കുവെക്കാനോ കഴിയാത്ത ഒരനുഭവത്തിൽ ഭ്രമിച്ചു നിൽക്കുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വ്യാപരിക്കുന്ന, ഭൂതങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്ന, ദുരാത്മാക്കൾ അകന്നുമാറാതെ നിൽക്കുന്ന, ദുരാത്മാക്കളാൽ വലയുന്ന, അശുദ്ധാത്മാക്കളാൽ തകർന്നിരിക്കുന്ന ഈ ഒരു അനുഭവത്തിൽ, ഈ 4-ാം യാമത്തിന്റെ അനുഭവത്തിൽ ആ ഒരു സമൂഹം മുഴുവൻ അന്നത്തെ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്ന 4-ാം യാമം എന്ന് പറയുന്നത് ഭൂതങ്ങളുടെ യാമമാണെന്ന് അവർ കരുതിയിരുന്ന ആ സന്ദർഭത്തിൽ എന്നതുപോലെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, ഇത് ദുരാത്മാവിന്റെ പ്രവൃത്തിയാണ്, ഇത് അന്ധകാര ശക്തികളുടെ പ്രവൃത്തിയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആർക്കും നിന്റെ അടുത്ത് വരാൻ കഴിയത്തില്ലെങ്കിലും അരുമനാഥനായ യേശുവിന് നിന്റെ അടുത്ത് വരുവാൻ കഴിയും എന്ന 1-ാമത്തെ ദൂത് ഞാൻ നിനക്ക് കൈമാറുന്നു. നമ്പർ 2, ഇനി ശിഷ്യന്മാരുടെ വിശ്വാസമാണ് ഇവിടുത്തെ പ്രത്യേകത. കർത്താവ് നമ്മുടെ ഏതൊരു കടലിന്റെ മധ്യത്തിലും അല്ലെങ്കിൽ ഏതൊരു ചുഴിയുടെ മധ്യത്തിലും ഏതൊരു കാറ്റിന്റെ മധ്യത്തിലും കോളിന്റെ മധ്യത്തിലും കർത്താവ് നമ്മുടെ അടുത്ത് വരും. അതിൽ സംശയവും തർക്കമൊന്നുമില്ല. പക്ഷേ അടുത്തത് നടക്കേണ്ടത് ഞാൻ കർത്താവിന്റെ അടുത്തേക്കാണ്.
യേശു നമ്മുടെ അടുത്തേക്ക് വരും, ഞാൻ കർത്താവിന്റെ അടുത്തേക്ക് നടക്കണം. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. ഈ ഭ്രമത്തിന്റെ മധ്യത്തിൽ നിന്നൊന്നും പറയരുത് കേട്ടോ. നമ്മളും ഈ കടലിന്റെ അനുഭവം കണ്ട് ആകെ ഭ്രമിച്ചിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും ആരെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുന്നിൽ വന്നു നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അന്നേരം നമ്മൾ ഭ്രമം കൊണ്ട് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയും. ഈ ഭ്രമം കൊണ്ട് സംസാരിക്കുന്നവൻ സ്പിരിച്വൽ അല്ല. ഈ ഉള്ളിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നവൻ സ്പിരിച്വൽ അല്ല. സ്പിരിച്വാലിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നവൻ സ്പിരിച്വൽ അല്ല. ഇവര് ഭ്രമിച്ചിട്ട് പറയാ ഭൂതമെന്ന്. കർത്താവിനോട് കൂടെ ഒരു രാത്രി മുഴുവൻ അവൻ നടക്കുകയും ഉറങ്ങുകയും ഭക്ഷിക്കുകയും വചനം കേൾക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ശിഷ്യന്മാർക്ക് കടലിന് മുകളിലൂടെ കർത്താവ് നടന്നു വരുന്നത് കണ്ടിട്ട് ആ ഒരു അപ്പിയറൻസ് ഭൂതത്തിൻ്റെതാണെന്നാണ് അവർക്ക് തോന്നിയത്. നമ്മൾ കർത്താവിന്റെ വചനം കേട്ടാലും ഇതുപോലുള്ള തിരമാലയുടെ മധ്യത്തിൽ കടലിന്റെ അനുഭവത്തിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നിപ്പോ കർത്താവ് നമ്മളെ കൈവിട്ടോ എന്നൊക്കെ. കർത്താവ് നമ്മുടെ മുമ്പിൽ വന്ന് രക്ഷകനായി നിന്നാൽ നമുക്കത് ഭൂതമായിട്ട് തോന്നും, ചെകുത്താനായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇവിടെ ശിഷ്യന്മാർക്ക് മറിച്ചല്ല, അങ്ങനെ തന്നെ തോന്നി. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ നീ ആകുന്നു എങ്കിൽ, അതിന് പത്രോസ്, കർത്താവേ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിനെ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. And Peter answered him and said, Lord, if it be so, bid me come unto thee on the water. വെള്ളത്തിന് മുകളിലൂടെ, വെള്ളത്തിലൂടെ നിന്നിലേക്ക് കടന്നു വരുവാൻ അവിടെ നിന്നോട് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ക്രിസ്തീയ ജീവിതത്തിന്റെ ക്ഷണത്തെ കുറിച്ച് എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിലെ ക്ഷണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹൈഫൈ ലൈഫ് അല്ല എല്ലാ സമയത്തും. ഒരു ടാറിട്ട റോഡിലൂടെ ഗുണ്ടും കുഴിയില്ലാത്ത വഴിയിലൂടെ ഉള്ള ഒരു യാത്രയല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. യേശുവിന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നതാണെങ്കിലും യേശുവിന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്നതാണെങ്കിലും, നമുക്ക് അപ്പോസ്തലന്മാരുടെ ചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, നമ്മൾ അവരെ കപ്പലിൽ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അവർ വന്ന് കപ്പലിൽ യാത്ര ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. കപ്പലല്ലേ പാസ്റ്ററെ, അതിനകത്ത് ആഡംബര ജീവിതമല്ലേ, ആഡംബര കപ്പലിലൊക്കെ ആയിരിക്കും അവർ പോയെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു രസത്തിനൊക്കെ പറയാം. പക്ഷേ അവരുടെ മിനിസ്ട്രിയിൽ വെളിപ്പെട്ടതൊക്കെ അസാധാരണമായ മിനിസ്ട്രികളായിരുന്നു. അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രിയൊക്കെ ഒന്നും അതിനകത്ത് നമുക്ക് ഒരു നെഗറ്റീവ് മാർക്കും കൊടുക്കാനില്ല. അസാധാരണമായ മിനിസ്ട്രി ആയിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, അസാധാരണമായ മിനിസ്ട്രി ആയിരുന്നു. പക്ഷെ അവർ ഫേസ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ മിനിസ്ട്രിയെ അത്രത്തോളം ഷാർപ്പാക്കി എടുക്കാനുള്ള എക്സ്പെരിമെന്റുകളായിരുന്നു, പരീക്ഷണങ്ങളായിരുന്നു. പത്രോസ് കടലിൽ പോയി. പത്രോസ് കടലിലൂടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി താൻ പോയി. പത്രോസ് ബന്ധനസ്ഥനായി കടലിന്റെ മേളിൽ കൂടെ പോയി. ഇതെല്ലാം അവർ ഫേസ് ചെയ്തത് മരണത്തെ മുഖാമുഖം കാണുന്ന അനുഭവത്തിലായിരുന്നു. അവർ ആ കടലിന്റെ മുകളിൽ കൂടെ പോയ പത്രോസ് മരണത്തെ മുഖാമുഖം കാണേണ്ട ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി എന്നുള്ളത് ഒന്നാമത്തെ വസ്തുത. രണ്ട്, അവരുടെ മിനിസ്ട്രി കപ്പൽ കയറി ആരംഭിക്കുന്നതിന് മുൻപേ കരയിൽ വെച്ച് അവർക്ക് ഒത്തിരി പീഡനങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഇൻവിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ്. ഒരു ക്ഷണം കർത്താവ് നിനക്ക് തരുന്നത്, നിന്റെ കർത്താവിന്റെ അരികിലേക്ക് ഒരു ക്ഷണം തരുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ വെല്ലുവിളിയുടെയോ ഒരു വലിയ പ്രതികൂലത്തിന്റെയോ ഒരു വലിയ അസ്വസ്ഥതയുടെയോ മധ്യത്തിൽ നിന്നായിരിക്കാം. പത്രോസിന് ആദ്യമായിട്ട് പത്രോസ് കടലിൽ പണിയെടുത്ത വ്യക്തിയാണ്. ഒന്ന് ശ്രദ്ധിച്ചോ, പത്രോസ് കടലിൽ പണിയെടുത്ത വ്യക്തിയാണ്. പത്രോസിന് കടലിനെ പേടിക്കേണ്ട കാര്യമില്ല. എപ്പോഴാ? പടകിലിരിക്കുമ്പോ. പക്ഷെ പടക് നിന്റെ അടുത്തു നിന്ന് മാറിക്കഴിഞ്ഞാലുള്ള നിന്റെ മനോഭാവമായി എനിക്കറിയേണ്ടത്. ആമേൻ. പത്രോസ് പടകിലിരിക്കുമ്പോ കടലിനെ പേടിക്കാനില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പടകാണ് കടലുമായിട്ട് ബന്ധപ്പെടുന്നത്. പത്രോസും പടകുമായിട്ടുള്ള ബന്ധമുള്ളൂ. പടകാണ് കടലുമായിട്ട് ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ബോട്ടാണ് കടലുമായിട്ട് ബന്ധപ്പെടുന്നത്. പത്രോസും കടലുമായിട്ട് ബന്ധമില്ല, പത്രോസും പടകുമായിട്ടാണ് ബന്ധം. പക്ഷേ കർത്താവ് ക്ഷണം, പത്രോസിന്റെ ആവശ്യവും വെള്ളത്തിന്മീതെ നടന്ന് എനിക്ക് കർത്താവിന്റെ അടുത്ത് വരണം. കർത്താവിന്റെ ക്ഷണവും അല്ലെങ്കിൽ കർത്താവ് അപ്രൂവ് ചെയ്തു അങ്ങനെ തന്നെയാണ്. ഓക്കെ, നീ പടക് വിട്ട് തന്നെ പുറത്തു വാ, നീ പടക് വിട്ട് പുറത്തു വാ, നീ കടലിൽ കൂടെ നടന്ന് എന്റെ അടുത്ത് വാ. നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ
ദൈവം നമ്മളെ വിളിക്കുന്നത് കടലിന്റെ മുകളിൽ കൂടെ നടക്കാൻ തന്നെ. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കടലോളം പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും അതിന്റെ മുകളിൽ കൂടെ നടക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ, കടലിനെ ജയിക്കാൻ നിനക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ, ഒന്ന്, നീ ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിച്ചവനും വിളി പിടിച്ചവനുമായിരിക്കണം. ഒന്ന്, നീ ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാട് പ്രാപിച്ചവനും വിളി പിടിച്ചവനുമായിരിക്കണം. പത്രോസ് ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച ഒരു മനുഷ്യനാണ്. ദേ നോക്കിക്കേ, പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം നിങ്ങളൊന്നെടുത്തേ. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. പത്രോസിന് ഈ വെളിപ്പാട് കിട്ടിയതൊക്കെ എപ്പോഴാണ്? പത്രോസ് കടലിന്റെ മുകളിൽ നടക്കുന്ന ആ സമയത്തൊന്നും ഈ പറയുന്ന വെളിപ്പാട് അവിടെ ഇല്ല. ഈ വെളിപ്പാടുണ്ടെങ്കിൽ ഞാൻ കർത്താവാണെന്ന് വിശ്വസിക്കണമെങ്കിൽ കടലിന്റെ മുകളിൽ കൂടെ നടക്കണമെന്ന് ആവശ്യപ്പെടത്തില്ല. പക്ഷേ ഈ ലേഖനം പത്രോസ് എഴുതുന്ന സമയത്ത് പത്രോസ് പറയുന്ന ഒരു വാക്ക് ഇതാണ്: തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചുമിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ വിളി ലഭിച്ച ഒരു ദൈവ പൈതലിന്റെ വെളിപ്പാടുകളെ നോക്കാൻ ദൂതന്മാർ പോലും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വിചാരം ദൂതന്മാരെല്ലാം അറിയുന്നവരാണെന്നാണ്. ദൂതന്മാരെല്ലാം അറിയുന്നവരാണെങ്കിലും ഒരു 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 ദൈവ വിളി പ്രാപിച്ച ഒരു മനുഷ്യന്റെ ഓരോ സെക്കൻഡുകളിലുമുള്ള വെളിപ്പാട് അവർ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിൽ ഈ ദൂത് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കടലിൽ നിൽക്കുന്ന ചില വ്യക്തികളോട് എനിക്ക് ഇന്ന് പറയാനൊരു കാര്യമുണ്ട്. ആ കടലിന്റെ മധ്യത്തിൽ, ആ കടലിന്റെ അനുഭവത്തിൽ, ആ തിരമാലയുടെ മധ്യത്തിൽ, കാറ്റിന്റെ അനുഭവത്തിൽ, ഈ ഒരു യാമത്തിന്റെ ഇരുട്ട് പിടിച്ച ഒരു അന്തരീക്ഷത്തിൽ, ഈ ഒരു അനുഭവത്തിൽ, ഇതിന്റെ മധ്യത്തിൽ നീ പിടിക്കുന്ന ഒരു വെളിപ്പാടിനെ ദൈവത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. നമ്പർ 1, ഈ ഇരുട്ടിന്റെ മധ്യത്തിലും നിന്റെ അടുത്തൊരു യേശു നിൽപ്പുണ്ട് എന്നുള്ളൊരു ബോധ്യം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ, കടലിന്റെ മുകളിൽ കൂടെ നടക്കാൻ നിന്നോട് ദൈവം കൽപ്പിച്ചു കഴിഞ്ഞാൽ നീ നടക്കുമോ ഇല്ലയോ എന്നൊരു ആലോചന ദൈവത്തിന് നിന്റെ പക്കൽ നിന്ന് കിട്ടാൻ ആഗ്രഹമുണ്ട്. ദൂതന്മാർ പറയത്തില്ല നീ ആ കടലിന്റെ മുകളിൽ കൂടെ നടന്നു വാങ്ങ. നിന്റെ മനസാക്ഷി പോലും പറയത്തില്ല നീ ആ കടലിന്റെ മുകളിൽ കൂടെ നടന്നു വാങ്ങ. പക്ഷെ ഒരു ദൈവ ശബ്ദം കേട്ട് ഒരു ആത്മീയനായ ഒരു മനുഷ്യൻ കടലിന്റെ മുകളിൽ കൂടെ നടക്കാൻ തയ്യാറായാൽ അവനെ പിടിക്കുന്ന ഒരു കരമുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ ചിലർക്ക് കൈമാറുകയാണ്. എന്നാൽ ഇവിടെ ഈ യേശുവിന്റെ അനുവാദത്തിനായിട്ട് പത്രോസ് കാത്തു നിന്നൊരു സന്ദർഭമുണ്ട്. എന്താണെന്നറിയാമോ? പടകിൽ വെച്ച് യേശു ആണെന്ന് പറയുന്ന സന്ദർഭത്തിൽ പത്രോസ് ചാടി ഇറങ്ങുന്നില്ല. പടകിൽ വെച്ച് യേശു ആണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ പത്രോസ് ചാടി ഇറങ്ങുന്നില്ല. എന്നാൽ ഒരു അനുവാദത്തിനായിട്ട് പത്രോസ് വെയിറ്റ് ചെയ്യാണ്. ആ അനുവാദത്തിനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴാണ് പറയുന്നത്, നീ ക്രിസ്തു ആകുന്നുവെങ്കിൽ, നീ യേശു ആകുന്നുവെങ്കിൽ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്ന് നിന്റെ അടുത്ത് വരുവാൻ എന്നോട് കൽപ്പിക്കാം. ഒരു ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഈ ആലോചനയിലൂടെ കൈമാറുകയാണ്. വെള്ളത്തിന്റെ മുകളിൽ കൂടെ നീ താഴേക്ക് താഴ്ന്നു പോകത്തില്ല. നിന്നെ അതിനെ മുറിച്ച് കടക്കാൻ, ആ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാനുള്ള, ആ പ്രശ്നത്തിന്റെ മുകളിൽ കൂടെ നടക്കാനുള്ള, ആ മനസ്സിടിക്കുന്ന അനുഭവത്തിന്റെ മുകളിൽ കൂടെ നടക്കാനുള്ള ഒരു ദൈവിക അതോറിറ്റി പരിശുദ്ധാത്മാവ് നിനക്ക് നൽകും. ഒരു അതോറിറ്റിക്ക് വേണ്ടി പത്രോസ് കാത്തിരുന്നു. ദൈവാത്മാവിൽ ഇന്ന് ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. ഒരു അതോറിറ്റി പ്രാപിച്ചവനെ മുക്കുന്ന വെള്ളം ഭൂമിയിലില്ല. ഒരു അതോറിറ്റി പ്രാപിച്ചവനെ ദഹിപ്പിക്കുന്ന തീ ഭൂമിയിലില്ല. ഒരു അതോറിറ്റി പ്രാപിച്ചവനെ വിഴുങ്ങുന്ന സിംഹം ഭൂമിയിലില്ല. ഒരു അതോറിറ്റി പ്രാപിച്ചവനെ ബ്ലോക്ക് ചെയ്യുന്ന ഇരുട്ടിന്റെ ശക്തികൾ അന്തരീക്ഷത്തിൽ ഇല്ല. ഒരു അതോറിറ്റിക്കായി പത്രോസ് കാത്തിരുന്നു. അവിടെ എനിക്കൊരു ആത്മീയനായ പത്രോസിനെയും ഒരു സ്വാഭാവികനായ പത്രോസിനെയും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുണ്ട്. അതുകൂടെ പറഞ്ഞ് നിർത്താൻ പോവാ. ഒരു ആത്മീയനായ പത്രോസിനെയും ഒരു സ്വാഭാവികനായ പത്രോസിനെയും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരേ സമയം നമ്മൾ ഒരു സ്പിരിച്വലായ മനുഷ്യനും ഒരു സാധാരണ പച്ച മനുഷ്യനും ആകുന്നത് പോലെ പത്രോസിന്റെ ജീവിതത്തിലും ഒരു ആത്മീയനായ ഒരു പത്രോസിനെയും സാധാരണ ഒരു പത്രോസിനെയും ഒരേ സമയം ഒരേ ഡെസ്റ്റിനേഷനിൽ ഒരേ വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
താഴേക്ക് വായിക്കുന്ന സമയം മത്തായി എഴുതിയ സുവിശേഷം തന്നെ അതിന്റെ 14-ാമത്തെ അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം വായിക്കുന്നത്, വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. വരിക എന്ന് അവൻ പറഞ്ഞു. നിങ്ങൾക്ക് ഈ വാക്ക് ഒരിടത്ത് കാണാം. എവിടെ അറിയാം? വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം, വരിക എന്ന് യോഹന്നാനോട് പറഞ്ഞു. യോഹന്നാൻ വരാൻ പറഞ്ഞ സമയത്ത് അവിടെ പത്മോസിലെ ഏകാന്തതയും ചീവീട് വിളിയുടെ ശബ്ദവും അവിടുത്തെ പട്ടിയുടെ ഊരിയിടലും ഒന്നും കൊണ്ട് യോഹന്നാൻ പേടിച്ചില്ല. വരിക എന്ന് പറഞ്ഞത് യോഹന്നാൻ സഡൻലി കുതിച്ച് സ്വർഗത്തിൽ കയറി. അവിടെ ഒരു ബ്ലോക്കും ഉണ്ടായില്ല. പക്ഷെ ഇതേ സ്വരം പത്രോസ് കേട്ടപ്പോ കാറ്റ് കണ്ട് പേടിച്ചു. ഞാൻ ആത്മാവിന്റെ ദൂത് പറയുക, നിന്നെ ദൈവം വിളിച്ച വിളിയുടെ മധ്യത്തിൽ ഒത്തിരി കാറ്റുകൾ ഉണ്ടായിരുന്നു. നിന്നെ കർത്താവ് കണ്ട സന്ദർഭത്തിൽ ഒത്തിരി ഇടിമുഴക്കത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളെ ദൈവം വിളിച്ച വിളിയിൽ ഇതുപോലെ കാറ്റുകൊണ്ട് വെള്ളത്തെ ഇളക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ മധ്യത്തിലാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. ഇന്നയോളവും മുക്കാതെയും വിഴുങ്ങാതെയും ഉരുട്ടിക്കളയാതെയും നിങ്ങളെ ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന കാറ്റിനെ പേടിച്ച് എന്തിനാ നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ മുങ്ങിത്തുടങ്ങുന്നേ? ഇന്ന് നിങ്ങൾ കേൾക്കുന്ന, ഇന്ന് നിങ്ങളുടെ കാതുകളിലേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റുകളെ കണ്ടിട്ട് അന്നില്ലാത്ത പേടി, അന്നില്ലാത്ത സംശയം, അന്നില്ലാത്ത പിരിമുറുക്കം എന്തിനാ നിങ്ങൾക്ക് ഇപ്പോ? പത്രോസ് പടകിൽ വെച്ച വിളി കേട്ടത്. പടകിൽ വെച്ച് വിളി കേട്ടപ്പോ സുഖമുണ്ട്, കാരണം കർത്താവ് പറഞ്ഞു വരാൻ. പക്ഷെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ചോ വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷമുള്ള അനുഭവങ്ങളെ കുറിച്ചോ പത്രോസ് സമയം ചിന്തിച്ചില്ല. ക്രിസ്തീയ വിളി കേട്ടിറങ്ങിയ സന്ദർഭത്തിൽ മുൻപോട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ ഇറങ്ങി മുമ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ചില കാറ്റും ഇതുപോലുള്ള കോളും തിരമാലകളും പടകിന്റെ ഇരമ്പലും പടകിന്റെ ഇളക്കവും ഒക്കെ കണ്ട് ഇന്ന് നിങ്ങൾ മുങ്ങി തുടങ്ങുന്ന ഒരു അനുഭവത്തിലാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, നിന്നെ വരിക എന്ന് വിളിച്ചവന്റെ ശബ്ദം മാത്രം നീ മുറുകെ പിടിച്ചാൽ മതി. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ഒരു രക്ഷയുടെ വിളിയാ ആദ്യം നിന്നെ വിളിച്ചത് വരിക. കർത്താവ് വരാൻ പറഞ്ഞ കംപ്ലീറ്റ്ലി കർത്താവ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്തോളാന്ന് അർത്ഥം. കേട്ടോ പ്രിയപ്പെട്ട കുടുംബമേ, കർത്താവ് ഒരു വ്യക്തിയെ വരാൻ വിളിച്ചാൽ ആ വിളി കേട്ട് കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നവന്റെ കാര്യം മുഴുവനും കർത്താവ് സെറ്റിൽ ചെയ്യാന്ന് അതിന്റെ മീനിങ്. ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടിനകത്തും കടഭാരത്തിനകത്തും മുങ്ങി തുടങ്ങുന്ന ആരെങ്കിലും ആയിരിക്കും എന്നെ കേട്ടോണ്ടിരിക്കുന്നത്. കുടുംബജീവിത തകർച്ച കൊണ്ട് മുങ്ങി തുടങ്ങുന്ന ആരെങ്കിലും ആയിരിക്കും എന്നെ കേട്ടോണ്ടിരിക്കുന്നത്. ഉള്ള ജോലിയും കൂടെ നഷ്ടപ്പെട്ടിട്ട് ഇനി എന്തോ ചെയ്യണമെന്ന് പറഞ്ഞ് കാറ്റടിച്ച് തിരിയുന്നത് പോലെ ആരെങ്കിലും ആയിരിക്കും എന്നെ കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജോലി ഒരു ദൈവശബ്ദം കേട്ട് ലഭിച്ചതാണെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതം ഒരു ദൈവശബ്ദം കേട്ട് നിങ്ങൾ ആരംഭിച്ചതാണെങ്കിൽ, നിങ്ങൾക്ക് ലഭിച്ച സന്താനങ്ങൾ, മക്കൾ ഒരു ദൈവശബ്ദം കേട്ട് നിങ്ങൾക്ക് ലഭിച്ചതാണെങ്കിൽ, നിങ്ങൾ ലോൺ എടുത്തതോ നിങ്ങൾക്ക് ക്യാഷ് ലഭിച്ചതോ നിങ്ങൾ ഒരു സംരംഭം തുടങ്ങിയതോ നിങ്ങൾ ഒരു വീട് വെച്ചതോ ഒരു ദൈവശബ്ദം കേട്ട് നിങ്ങൾ ആരംഭിച്ചതാണെങ്കിൽ, നിങ്ങളുടെ മിനിസ്ട്രി നിങ്ങൾ ഒരു ദൈവശബ്ദം കേട്ട് ആരംഭിച്ചതാണെങ്കിൽ, ഇതുപോലെ പത്രോസ് കേട്ടതുപോലെ വരിക എന്നൊരു ശബ്ദം കേട്ട് ദൈവം നിനക്ക് തന്നതാണ് ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങളെങ്കിൽ, ഇന്ന് ഈ സമയം നീ ഈ സന്ദേശം കേൾക്കുന്ന സമയം പത്രോസിനെ പോലെ ദൈവശബ്ദം കേട്ട് ആരംഭിച്ചിട്ട് ചുറ്റിനുമുണ്ടാകുന്ന പ്രകോപനങ്ങളും ചുറ്റിനുമുണ്ടാകുന്ന ആ സറൗണ്ടിങ്സിൽ നടക്കുന്ന ചില പ്രതിസന്ധികൾ, അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോൾ നിന്നെ വിഴുങ്ങുന്നത് പോലെയും മുക്കിക്കളയുന്നത് പോലെയും തകർത്ത് കളയുന്നത് പോലെയും തോന്നുന്നു എങ്കിൽ, ഞാൻ അന്ന് കേട്ടതൊരു ദൈവശബ്ദമായിരുന്നോ എന്നും എന്നെ വിളിച്ചത് ദൈവമാണോ എന്നും എന്നെ കണ്ടതും ഞാൻ അറിഞ്ഞതും ഞാൻ തീരുമാനമെടുത്തതും ഒക്കെ ദൈവശബ്ദത്തിൽ തന്നെയാണോ എന്നും ഒക്കെ നിങ്ങൾ ഇന്ന് ചിന്തിച്ച് നട്ടം തിരിയുന്ന ഒരു സന്ദർഭമാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തെ, വിളിച്ചത് ദൈവമാണെങ്കിൽ നീ മുങ്ങിത്താഴാൻ ദൈവം അനുവദിക്കത്തില്ല.
പത്രോസ് മുങ്ങിയതിന്റെ കാരണം ദൈവത്തിന്റെ വിളിയുടെ പ്രത്യേകത കൊണ്ട്, ദൈവത്തിന്റെ വിളിയുടെ കുഴപ്പമല്ല എന്ന് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അവൻ പേടിച്ചു. ഒരു ഫിയർ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. ഫിയർ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, ഒരു വികാരമാണ്. എന്നാൽ ആ വികാരത്തിന്റെ പുറകിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഞാൻ നിർത്താൻ പോവാം. ഫിയർ എന്ന് പറയുന്നത്, ഭയം എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, ഒരു വികാരമാണ്. ആരോഗ്യകരമായ ഭയമൊക്കെ ഉണ്ട്. നമ്മൾ ആരെയും ഇരുമ്പിനെ കല്ലിലൊന്നും ഉണ്ടാക്കിയവരല്ല. നമ്മുടെ അടുത്ത് വന്ന് ഠോന്നാക്കി കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന മനുഷ്യരാണ് എല്ലാവരും. അപ്പൊ ഇരുമ്പും കല്ലുമാണെങ്കിൽ അനങ്ങാതെ അങ്ങനെ അവിടെ ഇരുന്നോളും. പക്ഷെ നമ്മൾ ജീവനുള്ള മനുഷ്യരായതുകൊണ്ട് നമുക്ക് ഭയം സ്വാഭാവികമാണ്. പക്ഷെ ആരോഗ്യകരമായ ഭയവുമുണ്ട്, അനാരോഗ്യകരമായ ഭയവുമുണ്ട്. ഈ ഫിയർ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. ആ ഇമോഷന്റെ പുറകിൽ ഒരു സ്പിരിറ്റ് പ്രവർത്തിക്കുമ്പോഴാണ് നിന്നെ ദൈവ വിളി സംശയിപ്പിച്ച് മുക്കുന്നത്. പത്രോസ് കേട്ടത് സ്പിരിറ്റിൽ കേട്ടു. അവന്റെ മനസാക്ഷി അത് ഏറ്റെടുത്തു. അവന്റെ ഉപബോധ മനസ്സും അവന്റെ ബോധ മനസ്സും എല്ലാം പറഞ്ഞാൽ നിന്നെ കർത്താവ് വിളിക്കുന്നു, നിന്നെ കർത്താവ് വിളിക്കുന്നു. യെസ്. അപ്പൊ ഉടൻ പത്രോസിന്റെ ബ്രെയിൻ, പത്രോസിന്റെ കാലിന് സിഗ്നൽ കൊടുത്തു. പടകിൽ നിന്ന് കാലെടുത്ത് വെള്ളത്തിൽ വെക്കുക, നീ കൈ വീശ, കർത്താവിന്റെ അടുത്തേക്ക് നടക്കുക എന്ന് പറഞ്ഞ് ബ്രെയിൻ സിഗ്നൽ കൊടുത്തു. ബ്രെയിൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. കൈക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, കാലിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, കണ്ണിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, മനസ്സിന് ധൈര്യം, എല്ലാം ബ്രെയിൻ ചെയ്യേണ്ട കാര്യം ബ്രെയിൻ ചെയ്തു കഴിഞ്ഞു. വെള്ളത്തിൽ ഇറങ്ങിയ സമയത്ത് അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നത് കർത്താവിൽ നിന്നല്ല, അടുത്തൊരു ഇൻസ്ട്രക്ഷൻ വരുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നത് അവന്റെ സറൗണ്ടിങ്സിൽ നിന്നാണ്, അവൻ നിൽക്കുന്ന സറൗണ്ടിങ്സിൽ നിന്നാണ്. കാര്യം എന്താണ്? അടുത്തൊരു ഇമോഷൻ അവനെ കൊടുത്ത് ഭയം, ഫിയർ, ഭയം. ഈ കാറ്റിനെ തന്നെ പുള്ളി കർത്താവ് വരുന്നതിന് മുന്നേ കണ്ടത്. ഈ കോള് തന്നെ കർത്താവ് വരുന്നതിന് മുന്നേ പുള്ളി കണ്ടത്. ഈ പ്രശ്നം കടലിൽ നടക്കുന്നു എന്നല്ല, കർത്താവ് വരുന്നതിന് മുന്നേ പുള്ളി എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ പുതിയൊരു പേടി ഇപ്പൊ വരേണ്ട കാര്യമില്ല. പക്ഷേ ഇതുവരെ അലട്ടാത്ത ഒരു സാധനം ഇപ്പോൾ അലട്ടി എന്നുണ്ടെങ്കിൽ, ആകെക്കൂടെ പുള്ളി പേടിച്ചത്, ആകെക്കൂടെ പത്രോസ് പേടിച്ചത് കർത്താവിനെ കണ്ടിട്ടാണ്. അത് ഭൂതമാണെന്നാ പത്രോസ് പറയുന്നത്. ആകെ പത്രോസ് പേടിച്ചത് കാറ്റും കോളും കണ്ടൊന്നുമല്ല, കർത്താവിനെ കണ്ടപ്പോഴേ ഏറ്റവും കൂടുതൽ പത്രോസ് പേടിച്ചത് അത് ഭൂതം വരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ ഇതുവരെ ഇല്ലാത്ത ഒരു സാധനം, ഇതുവരെ അലട്ടാത്ത ഒരു സാധനം, ഇതുവരെ തന്നെ ബാധിക്കാത്ത, ഇതുവരെ ബാധിച്ചിട്ടില്ലാത്തതുപോലെ ബാധിച്ച ഒരു സാധനം ഇപ്പോൾ ബാധിച്ചത് ഭയം അല്ലെങ്കിൽ പേടി എന്ന രൂപത്തിലാണെങ്കിൽ അതിന്റെ കാരണം മോളെ നിന്റെ മേൽ ഒരു ദൈവവിളി വീണതുകൊണ്ടാണ്. വരിക. കാരണം എന്താ? കർത്താവുമായിട്ട് ക്ലോസ് ചെയ്ത് നിൽക്കാൻ. ഒന്ന്. രണ്ട്, ഒരു ശിഷ്യന്മാരും നടന്നിട്ടില്ലാത്തതുപോലെ, ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതുപോലെ ഒരു പുതിയ എക്സ്പീരിയൻസ് കർത്താവിൽ നിന്ന് പത്രോസിന് ലഭിക്കുന്നു. ഇതാ കാറ്റും, ഇതാ സ്പിരിറ്റിന് ഇഷ്ടപ്പെടും. ഇതാ മറൈൻ ഭരിക്കുന്ന സ്പിരിറ്റിന് ഇഷ്ടപ്പെടും. ഇതാ കടല് ഭരിക്കുന്ന സ്പിരിറ്റിന് ഇഷ്ടപ്പെടും. ഞാൻ ഇതിനെ മറൈൻ സ്പിരിറ്റ് ആണെന്നോ അങ്ങനെയൊന്നും പറയാൻ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എനിക്ക് അതിന്റെ പിന്നിലെ കാര്യം അറിയാം. പക്ഷെ ഞാൻ ഇപ്പൊ അത് പറയാനുള്ള ഒരു നിയോഗം എന്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട്, ആ കടല് ഭരിക്കുന്ന അല്ലെങ്കിൽ ആ കടലിൽ ഇരിക്കുന്ന ആ സാധനത്തിന് ഈ വിളി ഇഷ്ടപ്പെടുവോ? ഈ ഒരു ആത്മാവിന്റെ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുവോ? മോനെ, നീ ആത്മാവിൽ പ്രാർത്ഥിച്ച് കയറുന്നതും നീ വാഗ്ദത്തം വെട്ടിപ്പിടിക്കുന്നതും നിന്നെ എതിർക്കുന്ന ദുർശക്തികളെ നീ പ്രാർത്ഥിച്ച് തകർത്ത് തോൽപ്പിക്കുന്നതും അടുത്തൊരു നിയോഗത്തിലേക്ക് നീ ആത്മാവിൽ ചുവട് വെച്ച് നടക്കുന്നതും, നിന്റെ മുമ്പിൽ കടല് സൃഷ്ടിച്ചാലും അതിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നീ ആ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്നതുമൊക്കെ നിന്നെ തകർക്കാൻ നിൽക്കുന്ന സ്പിരിറ്റിന് ഇഷ്ടപ്പെടുവോ? നിന്റെ വീടിനകത്ത് സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നത് ആ വീടിനെ നോട്ടമിട്ടിരിക്കുന്ന സ്പിരിറ്റിന് ഇഷ്ടപ്പെടുവോ? പക്ഷെ കർത്താവ് ഇതിലൊന്നും പറഞ്ഞില്ല, വരാനേ പറഞ്ഞുള്ളൂ. ഞാൻ ആത്മാവിൽ പറയുക, താല്പര്യമുള്ളവന്റെ ജീവിതത്തെ ഇന്ന് കർത്താവ് ഹാൻഡിൽ ചെയ്യും. താല്പര്യമുള്ളവന്റെ ജീവിതത്തെ ഇന്ന് ദൈവം ഹാൻഡിൽ ചെയ്യും. താല്പര്യമുള്ളവന്റെ സിറ്റുവേഷൻ ദൈവം മാറ്റും. വിശ്വസിക്കുന്നവന്റെ ലെവല് കർത്താവ് ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ തിരുവെഴുത്ത് പറയുന്നത് ശ്രദ്ധിച്ചോ. ആമേൻ. പത്രോസ് എന്തുകൊണ്ട് താഴ്ന്നു പോയി? ഒന്ന്, പ്രതികൂലങ്ങളെ വകവെക്കാതെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് അവന് കടലിന്റെ മുകളിൽ പകുതി ദൂരം നടക്കാൻ പറ്റി. പകുതി വെച്ച് അവൻ താഴ്ന്നു പോകാനുള്ള കാരണം ശ്രദ്ധ പതറിയതുകൊണ്ട്. നിന്റെ ഫോക്കസ് യേശുവിലാണെങ്കിൽ നിന്റെ ശ്രദ്ധ പതറത്തില്ല. നിന്റെ ഫോക്കസ് ക്രിസ്തുവിലേക്കാണെങ്കിൽ നിന്റെ ശ്രദ്ധ പതറത്തില്ല. പത്രോസിന്റെ ഫോക്കസ് തെറ്റിപ്പോയി എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 12:1-2
മത്തായിയുടെ സുവിശേഷം 14:29-30 പറയുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 14:32-33 പറയുന്നു, ആ പ്രതികൂലത്തെ അതിജീവിക്കാൻ കർത്താവിന്റെ കരം പത്രോസിനെ പിടിച്ചു. ആ പ്രതികൂലത്തെ അതിജീവിക്കാൻ, ആ അശ്രദ്ധയെ അതിജീവിക്കാൻ, ആ അവിശ്വാസത്തെ അതിജീവിക്കാൻ, ആ നോക്കാൻ പാടില്ലാത്തതിലേക്ക് നോക്കിയ, കാറ്റിനെ നോക്കിയ, അതിന്റെ ശബ്ദത്തെ നോക്കിയ, അത് ഏത് ദിക്കിന്ന വരുന്നതെന്ന് നോക്കിയ പത്രോസിന്റെ അശ്രദ്ധയെ എന്റെ കർത്താവ് കണക്ട് ചെയ്ത് ക്രിസ്തുവിലേക്കാക്കാൻ അവന്റെ കരം കൊടുത്തു. ഞാൻ ആത്മാവിൽ ഇന്ന് ഈ ദൂത് ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തേ, നീ വിശ്വാസത്തോടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇറങ്ങിയത്, വളരെ വിശ്വാസത്തോടെ ഇറങ്ങിയത്, വളരെ വാഗ്ദത്വത്തോടെ ഇറങ്ങിയത്, വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിയത്. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ കാറ്റിന്റെ മധ്യത്തിൽ തന്നെ ദൈവം നിന്നെ പേര് പറഞ്ഞു വിളിച്ചേ. ഈ വെള്ളമൊക്കെ കണ്ടിട്ട് തന്നെ കർത്താവ് നിന്നെ വിളിച്ചേ. നിന്നെ വിളിച്ചത് എവിടെ നിന്നാണെന്നറിയോ? കർത്താവ് സ്വർഗത്തിൽ നിന്നും നിന്നെ വെള്ളത്തിൽ നിന്നും അല്ല വിളിച്ചത്. നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ടാ ദൈവം നിന്നെ വിളിച്ചത്. സിമ്പിൾ. എന്നെ ദൈവം വിളിച്ചത് കർത്താവ് സ്വർഗത്തിൽ ഇരുന്നിട്ട് ദീപു വാ 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 എന്നല്ല വിളിച്ചത്. ഞാൻ എവിടെ ഏത് സിറ്റുവേഷനിലായിരുന്നോ ആ സിറ്റുവേഷനിൽ വെച്ചാണ് എനിക്ക് വിളി വീണത്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ കടഭാരമാണെങ്കിൽ ആ ഒരു അനുഭവത്തിൽ ഇറങ്ങി വന്നിട്ടാണ് നിന്നെ ദൈവം വിളിക്കുന്നത്. അല്ലാതെ കർത്താവ് സേഫ് സോണിൽ ഇരുന്നിട്ട് വരൂ 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 വിളിക്കുന്ന കർത്താവല്ല. ശിഷ്യന്മാർ കടലിലാണ്. കർത്താവ് കരയെന്ന് വിളിച്ചാലും ബോട്ട് അവിടെ എത്തും. അതെനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് വിശ്വാസമുള്ളൊരു കാര്യം. കർത്താവ് കടലിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ബോട്ട് കാന്തം പിടിക്കുന്ന പോലെ, ഇരുമ്പിനെ കാന്തം പിടിക്കുന്ന പോലെ വലിച്ചെടുത്ത് കരയിൽ കൊണ്ടിടുക എന്ന് നമുക്കറിയാം. പക്ഷേ കർത്താവ് അവരുടെ ആശങ്കയുടെ നടുവിൽ ഇറങ്ങി നിന്നിട്ട് അവർക്ക് പത്രോസേ വരിക. ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തായിരിക്കാം ഇപ്പോൾ ഭാരപ്പെടുകയും ഭയപ്പെടുകയും ആകെ ഒരു വിഷണ്ണ മനസ്സായിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിനെ ചൊല്ലിയായിരിക്കാം, നിങ്ങളുടെ അഭിമാനത്തെ ചൊല്ലിയായിരിക്കാം, നിങ്ങളുടെ സൽപ്പേരിനെ ചൊല്ലിയായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ ചൊല്ലിയായിരിക്കാം, മിനിസ്ട്രിയെ ചൊല്ലിയായിരിക്കാം, പലതരത്തിലുള്ള പ്രതികൂലത്തിന്റെ അനുഭവത്തിൽ നിന്നായിരിക്കും ഈ സന്ദേശം കേൾക്കുന്നത്. കർത്താവ് സേഫ് സോണിൽ ഇരുന്ന് ഗ്യാലറിയിൽ ഇരുന്നു അല്ല നിന്നോട് സംസാരിക്കുന്നത്. നിന്റെ അവസ്ഥകളിൽ ഇറങ്ങി വരുന്നൊരു ദൈവം ഉണ്ട് കുഞ്ഞെ. അവസ്ഥകളിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. നിന്നെ വിളിച്ചത് ദൈവമാണ്. പക്ഷെ നമ്മുടെ ശ്രദ്ധ പതറിപ്പോയെങ്കിൽ ഈ സമയം അശ്രദ്ധ തിരിച്ചു പിടിക്കാനുള്ള സമയമാണ്. നമ്മുടെ ശ്രദ്ധ പതറിപ്പോയെങ്കിൽ, കർത്താവിന്റെ വിളിക്കകത്ത് നമ്മുടെ ശ്രദ്ധ പതറിപ്പോയെങ്കിൽ ഈ സമയം അശ്രദ്ധ തിരിച്ചു പിടിക്കാനുള്ള സമയമാണ്. താല്പര്യമുള്ള ദൈവമക്കൾ എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കർത്താവിനോടൊന്ന് പറഞ്ഞ്, പിതാവേ, എന്റെ ശ്രദ്ധയെ, എന്റെ അവസ്ഥ കൊണ്ട് എന്റെ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, എന്റെ കർത്താവ് എന്റെ ജീവിത അനുഭവം കൊണ്ട് എന്റെ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നത് തിരിച്ചു പിടിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഞാനത് തിരിച്ചു പിടിക്കാനായിട്ട് ആഗ്രഹിക്കുക. ആ ശ്രദ്ധ എനിക്ക് തിരിച്ചു പിടിക്കണം കർത്താവേ. ആ ശ്രദ്ധ എനിക്ക് തിരിച്ചു പിടിക്കണം. എത്ര പേർക്കത് പറയാൻ പറ്റും? കർത്താവേ, ശ്രദ്ധ എനിക്ക് തിരിച്ചു പിടിക്കണം. എനിക്ക് ക്രിസ്തുവിലേക്ക് എന്റെ ശ്രദ്ധ തിരിച്ചു പിടിക്കണം. എനിക്ക് എന്റെ പഴയ ഒരു അനുഭവത്തിലേക്ക് എനിക്ക് വരണം. എനിക്ക് എന്റെ ആ ഒരു പഴയ അനുഭവത്തിലേക്ക് വരണം. എനിക്ക് ആ ഒരു പഴയ അനുഭവത്തിലേക്ക് വരണം. എനിക്ക് ആ ഒരു പഴയ അനുഭവത്തിലേക്ക് വരണം. ഞാൻ പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ നാമത്തിൽ, കർത്താവേ, നീ എന്നെ വിളിച്ചത് വെറുതെയല്ല. അങ്ങനെ വിളിച്ചത് വെറുതെയല്ല. അങ്ങനെ വിളിച്ചത് വെറുതെയല്ല. ആരും നടന്നിട്ടില്ലാത്തതുപോലെ നടക്കാൻ, ഞാൻ പരിശുദ്ധാത്മാവിൽ പറയും, ആരും നടന്നിട്ടില്ലാത്തതുപോലെ നടക്കാനുള്ളൊരു വിളി ചിലരുടെ മേൽ വീഴുകയാണ്. ആരും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷകൾ ചെയ്യാനുള്ളൊരു വിളി ചിലരുടെ മേൽ വീഴുകയാണ്. ആരും ചെയ്തിട്ടില്ലാത്തതുപോലെ ഷബാൽ ബ്രഹോസിയ ആൽഖാമാനസിയ ഷമാർത്ഥേനിയാർത്ഥന ലെബ്രേസിയാർത്ഥന റിഗൽ കമനി. ആരും ചെയ്തിട്ടില്ലാത്ത പോലത്തെ ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. ആരും ചെയ്തിട്ടില്ലാത്ത ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആരും കണ്ടിട്ടില്ലാത്ത മഹത്വം കാണുവാൻ, ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ഹോളി സ്പിരിറ്റിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുകയാണ്. കുഞ്ഞെ, എന്നെ ദൈവം കണ്ടതാണോ? എന്നെയൊക്കെ ദൈവത്തിന് വേണോ? ഞാനൊക്കെ ഈ കേൾക്കുന്നത് ദൈവശബ്ദമാണോ? അതോ ഇതൊക്കെ പാസ്റ്റർമാരുടെ ഓരോ ട്രിക്കാണോ?
അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, പാസ്റ്റർമാർ ഈ മഹത്വം അറിഞ്ഞതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് സംസാരിക്കുന്നത്. പാസ്റ്ററെ വിളിച്ചത് ദൈവം ഒരു ട്രിക്കിട്ട് വിളിച്ചതല്ല, അനുഭവങ്ങൾ തന്ന് വിളിച്ചതാ. കടലിലിറങ്ങുന്ന ദൈവമുണ്ടോ? കടലിലിറങ്ങുന്ന ദൈവമുണ്ട്. കാറ്റിനെ അമർച്ച ചെയ്യുന്ന ദൈവമുണ്ടോ? കാറ്റിനെ അമർച്ച ചെയ്യുന്ന ദൈവമുണ്ട്. ശബാൽ യേശുവിൻ്റെ കൈ ഏതോ മുങ്ങി താഴുന്ന കുടുംബത്തിൻ്റെ മേൽ വരികയാണ്. മുങ്ങിത്താഴുന്ന കുടുംബത്തിൻ്റെ മേൽ യേശുവിൻ്റെ കൈ വരികയാണ്. യെസ്, അത് നിന്നെ തന്നെയാ, അത് നിന്നെ തന്നെയാ. ജനം നിന്നെ പറഞ്ഞ് ചവിട്ടി താഴ്ത്തിക്കളയാൻ പദ്ധതിയിട്ടപ്പോ കർത്താവ് നടന്നു വന്ന് നിന്നെ അതിൻ്റെ മധ്യത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. This is an ascension. This is an ascension. ഇതൊരു ഉയർപ്പാണ്. പത്രോസ് മുങ്ങിത്താണു പോയ സന്ദർഭത്തിൽ ഒരു ഉയർപ്പ് വന്നത് അവന്റെ കരങ്ങളാലാണ് എന്നതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തെ, കർത്താവ് നിന്നെ ഉയർത്താൻ സമയമായി എന്ന് പരിശുദ്ധാത്മാവാരോടോ പറയുന്നു. കർത്താവ് നിന്നെ ഉയർത്താൻ സമയമായി എന്ന് ദൈവം നിന്റെ അസ്വസ്ഥതകളുടെ മധ്യത്തിൽ നിന്ന് ഉയർത്താൻ സമയമായി എന്ന്, നിന്റെ മക്കളെ ഇതുപോലുള്ള ദുരിതക്കയത്തിൽ നിന്ന് ഉയർത്താൻ സമയമായി എന്ന്, നിങ്ങളുടെ കുടുംബത്തെ ദുരിതക്കയത്തിൽ നിന്ന് ഉയർത്താൻ സമയമായി എന്ന് പരിശുദ്ധാത്മാവാരോടോ അറിയിക്കുന്നു. റബാൽ ഖിമാൻ ഥരേഷ് സോറിയ റിമാൽ ഖിനാർ ബസീറിയാൻ ഥലബ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവേ, അത് സംഭവിക്കട്ടെ. ഈ സെക്കൻഡിൽ അവിശ്വാസത്താൽ പിടിക്കപ്പെട്ടവൻ ഉയരട്ടെ. യേശുവിന്റെ കരം അവനെ പിടിക്കട്ടെ. യേശുവിന്റെ കരം അവനെ പിടിക്കട്ടെ. യേശുവിന്റെ കരം അവനെ പിടിക്കട്ടെ. നിനക്ക് ദൈവം ഒരു വിളി തന്നിരിക്കുന്നത്, അതെ, എല്ലാവരും റോഡിൽ കൂടെ നടക്കും, പക്ഷെ നീ കടലിൽ കൂടെ നടക്കാനുള്ള വിളിയാ കർത്താവ് തന്നത്. എല്ലാവരും റോഡ് മുറിച്ച് കടക്കും, പക്ഷെ വിളി വീണ മോശ കടല് മുറിച്ചാ കടന്നത്. ദൈവത്തിന്റെ വിളിക്ക് പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ വിളി അനുസരിച്ച് നടക്കുന്നവനും പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ വിളി പ്രത്യേകതയുള്ളതായതുകൊണ്ട് അവൻ നടത്തുന്ന വഴികളും പ്രത്യേകതയുള്ളതാണ്. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ, ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നിന്നെയും നിന്റെ തലമുറകളെയും സഞ്ചരിപ്പിക്കും. ആരും നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നിന്നെയും നിന്റെ തലമുറകളെയും നടത്തും. ആരെയും രക്ഷിച്ചിട്ടില്ലാത്തതുപോലെ ഒരു വലിയ രക്ഷയുടെ കരം നിന്റെ കുടുംബത്തിലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. സാധാരണക്കാർ റോഡ് മുറിച്ച് കടക്കുമ്പോ അഭിഷേകമുള്ളവൻ കടല് മുറിച്ച് കടക്കും. നീ കടല് കടക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞാലും ദൈവവിളിയുള്ളവൻ കടല് കടന്നിരിക്കും. ആമേൻ. റബാനേ ശഖേനിയാന്തരാൽ മഹസിയ റമനശിഖേമാന്തരേൽ ഖമാനിയ. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇവരെയും ഇവർക്കുള്ളവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. സകല രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ കടഭാരങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, കുഞ്ഞുങ്ങളെ ഓർത്തുള്ള നൊമ്പരങ്ങളും, ആത്മീയ ജീവിതത്തിനകത്തുള്ള ഡ്രൈനെസ്സും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വലിയ അത്ഭുതം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം നൽകുന്ന മഹാസ്നേഹത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ സ്നേഹിച്ച വിധങ്ങൾക്കായി സ്തോത്രം. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.